കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഗ്ലോറിഫൈഡ് MSMEകളാണെന്നുള്ളൊരു പരാതി അവിടെ ഇവിടെയുമായിട്ട് നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനതിനെ കാണുന്ന ഒരല്പം വ്യത്യസ്തമായിട്ടാണ്. അതായത് ഇവിടെ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരു അക്സെപ്റ്റബിൾ കാര്യമായിട്ട് മാറിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ചേഞ്ചാണ്, ഒരു കൾച്ചറൽ ചേഞ്ചായിരുന്നു. അതായത് പുതിയ ഒരു കുട്ടി വന്നിട്ട് ഒരു കമ്പനി തുടങ്ങുകയാണെന്ന് പറയുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി എടുക്കുന്ന ഒരു പ്രൊഫഷണൽ ആ ജോലി റിസൈൻ ചെയ്തിട്ട് കമ്പനി തുടങ്ങുക എന്ന് പറയുമ്പോൾ അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് ഇന്ന് കേരളം മാറി. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഗ്ലോറിഫൈഡ് MSMEകളായിക്കോട്ടെ, സ്കെയിലബിൾ സ്റ്റാർട്ടപ്പുകളായിക്കോട്ടെ, വളരെ ചെറിയ കമ്പനികളായിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം ആൾക്കാരെ കൊണ്ട് കമ്പനികൾ തുടങ്ങിക്കുക എന്നുള്ളതിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മളൊരു നല്ല നമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ചുകൂടി സ്കെയിലബിൾ, അതായത് വലിയ റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്ന, വളരെയധികം കസ്റ്റമേഴ്സിലേക്ക് എത്താൻ കഴിയുന്ന പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികളിലേക്കുള്ള ഫോക്കസ് നമുക്ക് വരും ദിവസങ്ങളിൽ കൂട്ടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 100 കോടി റവന്യൂ ഉള്ള 100 കമ്പനികൾ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കമ്പനികളായിരിക്കും ഈ കാറ്റഗറിയിൽ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.